കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനി തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് വിധേയായി എന്നുള്ളതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ നിരവധിയായ വിവരങ്ങൾ. ഇപ്പോൾ ഇതിനോടകം 43 പ്രതികൾ ആ കേസിൽ വിവിധ കേസുകളിലായി അറസ്റ്റിലായി എന്നുള്ളതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ആകെ കേസുകൾ 29 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. രാജ്കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. രാജ്കുമാർ, ഇതൊരു പോലീസിനെ തന്നെ വല്ലാതെ കുഴയ്ക്കുന്ന നിലയിലേക്ക് മാറുകയാണോ? കേസുകളുടെ എണ്ണം അത്ര മേലുണ്ട്, അത്ര തന്നെ പ്രതികളുടെ എണ്ണം. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, ജനറൽ ആശുപത്രിയിൽ വെച്ച് പീഡനം നടന്നു എന്ന തരത്തിൽ വാർത്തകൾ ഇന്നലെ അങ്ങനെയൊക്കെയാണ് കണ്ടത്. ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പുരോഗതി, അന്വേഷണം ഏത് തലത്തിലേക്കൊക്കെ നീങ്ങുന്നു, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് 58 പ്രതികൾ പെൺകുട്ടിയെ രണ്ടോ മൂന്നോ വട്ടം പെൺകുട്ടിയുടെ മൊഴി കൗൺസിലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 58 പ്രതികളിലേക്ക് പോലീസ് എത്തി. ഇതിലിപ്പോഴാണ് 43 അറസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇനി 15 പേര് കൂടി കണ്ടെത്താനുണ്ട്. ഒരുപക്ഷെ ഇത് ഡബിളിംഗ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം പെൺകുട്ടി ഈ ഒരേ ആളുകൾ തന്നെ പല സ്ഥലത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് ഒരു കേസായി, ഒരു FIR ആയി ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ആ FIR-ൽ തന്നെ രണ്ടോ മൂന്നോ പ്രതികളുടെ ആവശ്യമില്ല. ഒരു പ്രതി തന്നെയാണെങ്കിൽ ആ ഒരു പ്രതിയുടെ വിവിധ കുറ്റകൃത്യങ്ങളായിട്ട് ഉൾപ്പെടുത്തി ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഇതിപ്പോ 43 അറസ്റ്റ് എന്നുള്ളത് ഇനിയും ചില 10-15 പേരുടെ എണ്ണം കൂടി വർദ്ധിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഈ 15 പേരിൽ തന്നെ ഏതാനും പേർ വിദേശത്ത് ഇപ്പോൾ ജോലി തേടിപ്പോയി. മറ്റൊരാൾ മറ്റൊരു ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിലുമാണ്. ഇനി നിയമപരമായി കോടതി വഴി ജയിലിലുള്ള പ്രതിയെ തിരികെ കൊണ്ടുവരും. വിദേശത്തുള്ള പ്രതികളെയും തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. SC/ST വകുപ്പ് ചുമത്താനും നേരത്തെ തീരുമാനിച്ചിരുന്നു. അതാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥര് മാത്രമേ ഇങ്ങനത്തെ ഈ വകുപ്പിലുള്ള അന്വേഷണം നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ DYSP-മാരെ ഉൾപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. നിലവിൽ 28 സംഘ SIT-ക്ക് രൂപം നൽകിയെങ്കിലും അത് ഇനിയും വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 8 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. അതും കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ DIG അജിത ബീഗം IPS, തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം IPS നൽകിയ പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അജിത ബീഗം പത്തനംതിട്ട കളക്ടറുമായി സംസാരിച്ചിരുന്നു. പട്ടികജാതി വികസന ഓഫീസർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടക്കാല നഷ്ടപരിഹാരം പെൺകുട്ടിക്ക് നൽകണമെന്നുള്ളതായിരുന്നു പോലീസ് റിപ്പോർട്ട്. അതിന് നടപടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട വിവരം. ഇതിൽ ഒരു കാര്യം കൂടി ഒന്ന് ചുരുക്കത്തിൽ, ഈ പെൺകുട്ടിയുടെ മൊഴി പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞോ? ആ കുട്ടി ഇപ്പോൾ ഏത് നിലയിൽ പോലീസിൻ്റെയും മറ്റ് സംരക്ഷണയിലാണോ ഉള്ളത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിലായി കേസുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, മറ്റ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലേക്കൊക്കെ വിവിധ സ്റ്റേഷനുകളിലേക്ക് കേസ് വരുന്നുണ്ടല്ലോ. നിലവിൽ കോന്നിയിലുള്ള ഷെൽട്ടർ ഹോമിലാണ് ഇപ്പോൾ പെൺകുട്ടിയുള്ളത്. അവിടെ വേണ്ട സുരക്ഷ ഒരുക്കിയിരുന്നു. അതുപോലെ DIG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ ലെയ്സൺ ഓഫീസറായി ഡയറക്റ്റ് വനിതാ SI-യെ തന്നെ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല കൈമാറി കഴിഞ്ഞു. ഇനി ഈ വനിതാ SI-ക്കായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ചതുപോലെ ആദ്യം ചിൽഡ്രൻസ് കമ്മിറ്റി അവര് ആദ്യം 2 വട്ടം മൊഴിയെടുത്തിരുന്നു കൗൺസിലർമാരെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് പോലീസ് 2 വട്ടം ചോദിച്ചു. കാര്യം ഈ പറയുന്നത് ഡബ്ലിംഗ് വരാതിരിക്കണം, 1. 2, ഏതൊക്കെ സ്ഥലങ്ങൾ, ഏതൊക്കെ തീയതികൾ, ആ മൊബൈൽ നമ്പറിലുള്ള കുറച്ച് വിവരങ്ങൾ, അതായത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഈ പെൺകുട്ടിക്ക് പ്രതികൾ അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ എവിടെയൊക്കെ വരണമെന്ന് ആവശ്യപ്പെട്ടത്. അത്തരം ലൊക്കേഷൻസ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഇതിനകത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. അങ്ങനെയാണ് 29 കുറ്റകൃത്യങ്ങൾ എന്ന നിലയിൽ 29 കേസ് എടുത്തിട്ടുള്ളത്. ഈ 29 കേസുകളിലാണ് ഈ പ്രതികളെല്ലാം വരുന്നത്. അതിൽ IT ആക്ട് ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിന് മാനസികമായിട്ടുള്ള തുടർ കൗൺസിലിംഗ് ഇപ്പോൾ എല്ലാ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ കൗൺസിലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് ഈ ഓരോ കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പോലീസ് ആ പെൺകുട്ടിയെ അധികം ഇതെങ്ങനെയാണ് ഈ കേസുകളുടെ ഒരു തുടക്കം, ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് രാജ്കുമാർ? അതായത് കുടുംബശ്രീ മിഷൻ സംസ്ഥാന വ്യാപകമായി വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ആൾരൂപം കൂടിയാണല്ലോ കുടുംബശ്രീ മിഷൻ.
അവര് ഒരു പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുന്നു. അങ്ങനെ വിദ്യാലയങ്ങളിലെത്തി പെൺകുട്ടികൾക്ക് മാനസികമായി കരുത്തു പകരാനുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ കൊടുക്കുന്നു. ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിക്ക് താൻ ഇത്രമാത്രം ഒരു പീഡനത്തിന് വിധേയമായ കുട്ടിയാണോ എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു മാനസാന്തരം വരുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാരോട് വിവരം പറയുകയും അധ്യാപികമാരോട് വിവരം പറഞ്ഞു. ആദ്യം ഇത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് വീണ്ടും അടുത്ത കൗൺസിലിംഗ് അവര് തന്നെ ചുമതലപ്പെടുത്തിയ ശരി. കൗൺസിലിംഗിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായതും ഏറ്റവും ഒടുവിൽ ഇത്രയും വലിയൊരു അന്വേഷണത്തിലും 43 പേരുടെ അറസ്റ്റിലും കലാശിച്ചത്. ഇതിൽ ഒരു ശരി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാമുകൻ, ആ കാമുകൻ എന്ന നിലയിൽ അയാൾ നടിച്ച് ഈ പെൺകുട്ടിയെ ഈ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തതെന്ന് മാത്രമല്ല, ആ ക്രൂരം എന്ന് പറയുന്നത് അവിടെയാണ്. ബലാത്സംഗം ചെയ്തതിന് ശേഷം അതിന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സുഹൃത്തുക്കൾക്ക് കൈമാറി. ആ സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിയെ പല സ്ഥലത്തും കൊണ്ടുപോയി കൂട്ട ബലാത്സംഗത്തിന് ഉൾപ്പെടെ ഇരയാക്കിയത്. ശരി, ശരി രാജ്കുമാർ. വളരെ ഗൗരവത്തോടെ പോലീസ് ഈ കേസുകളാകെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബശ്രീ വഴി സംസ്ഥാന സർക്കാർ കുട്ടികളുടെ മാനസികാരോഗ്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന, സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടത്തിവന്ന വിപുലമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയോട് സംസാരിച്ചതിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ നിന്നാണ് ഇത്രയധികം കേസുകൾ ഉണ്ടായതും. ആ അന്വേഷണം ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടെ പ്രത്യേക സംഘം അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരികയുമാണ്.